മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ഓവുചാലിലൂടെ കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട് കുടിവെള്ളം മലിനമായതിൽ ശക്തമായ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളം മലിനമാക്കിയ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി അധികൃതർ രംഗത്തെത്തുന്നത്. മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും റോഡ് നിർമ്മാണ ചുമതലയുള്ള KRFB ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കർശന നടപടി സ്വീകരിക്കാൻ എംഎൽഎ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ കിണറ് മാലിന്യം വന്ന് ജലം അശുദ്ധമാകുന്ന പ്രശ്നം അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നത്. നമുക്കറിയാം, റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ചും ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിണറിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം KRFBയും ജോയിൻ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടി എടുക്കുന്നത് മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റോഡിൻ്റെ വർക്ക് കമാനം മുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 പ്രളയം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 1.5 മീറ്ററൊക്കെ ആഴത്തിൽ റോഡ് പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള മണ്ണ് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം വർക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടെ സെറ്റിലായിട്ട് താഴേക്ക് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ടാർ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, പട്ടാമ്പി കോടതി, 18ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ വസതികൾ എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കിണറാണ് മലിനമായത്. കിണറിലെ വെള്ളത്തിന് ദുർഗന്ധവും നിറം മാറ്റവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ അഴുക്കുചാൽ അടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് കിണർ മലിനമായത്. അഴുക്കുചാൽ തുറന്നു പരിശോധിച്ചപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തി. കിണറിന് സമീപത്ത് നിരവധി ഹോട്ടലുകളും സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലമാണോ ഒഴുകി വരുന്നതെന്നും സംശയമുണ്ട്. എന്നാൽ മഴവെള്ളം ഒഴുകിപ്പോകേണ്ട അഴുക്കുചാലിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.